ഉപതെരഞ്ഞെടുപ്പിന്റെ സ്വഭാവം അതാണെന്നാണ് സരിൻ പറയുന്നത്. അതായത് പാലക്കാട്ടെ സിനാരിയോ വ്യത്യസ്തമാണ്. പോളിംഗ് കുറയാനുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പങ്കുവച്ചു. അത് ഇതിന്റെ കണക്ക് വരുമ്പോൾ വിശദമായിട്ട് പറയേണ്ടതാണ്. അതായത് BJPയുടെ സ്ട്രോങ് ഹോൾഡ് ബെൽറ്റുകളിൽ പോയപ്പോൾ അവിടുത്തെ ധാരാളം വോട്ടർമാർ ഞങ്ങൾ തവണ വോട്ട് ചെയ്യില്ല, ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കാരണമില്ല, BJPക്ക് വോട്ട് ചെയ്യാൻ കാരണമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം BJPക്ക് മാത്രം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ വേറൊരു പാർട്ടിക്കും കൊടുക്കാൻ കഴിയാത്തത്ര ഹാർഡ് കോർ ആയിട്ടുള്ള BJPക്കാർ. അപ്പം അങ്ങനെ കുറഞ്ഞാൽ മാത്രമേ പോളിംഗ് കുറയുള്ളൂ. ഞങ്ങളുടെ പോളിംഗ് വളരെ കൃത്യമായിട്ടുണ്ടാവും. ഞങ്ങളുടെ പോളിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സെക്കുലർ സ്പേസിൽ മുഴുവൻ വോട്ട് കൃത്യമായി പോളിംഗ്. പൊതുവായ പോളിംഗ് വർധനവ് ഇപ്പം എല്ലാ പാർട്ടിയുടെയും ആളുകൾ വന്ന് വോട്ട് ചെയ്യുമ്പോഴാണല്ലോ പോളിംഗ് വരിക. ഞങ്ങളുടെ വോട്ട് കൃത്യമായി പോൾ ചെയ്യപ്പെടും. ഞങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സെക്കുലർ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടും. ബാക്കിയുള്ള ആളുകളുടെ കാര്യം അത് അവരോട് തന്നെ വലിയ വിയോജിപ്പുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ രാഷ്ട്രീയം ഇപ്പം പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ വോട്ടുകൾ പൊളിയിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രമാണ് പോളിംഗ് കുറയുക. അതെ, നീണ്ട ക്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് കൂടുതലല്ലേ. ഇത് വികസനമാണോ വിവാദമാണോ, ഏതായിരിക്കും രാഹുലിന് പ്രതീക്ഷിക്കുന്നത്? തെരഞ്ഞെടുപ്പ് വോട്ടർമാരെ സ്വാധീനിക്കും, ജനങ്ങളെ സ്വാധീനിക്കുക വികസനമാണ്. അനാവശ്യമായി വിവാദം ഉണ്ടാക്കിയിട്ട് അവരുടെ ചർച്ചകളെ മാറ്റിയതും അവരെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അപ്പോൾ അതുകൊണ്ട് രണ്ടിനും കൂടെ ചേർത്ത് ഉള്ള വോട്ട്. വികസനത്തിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് രാഹുൽ തയ്യാറായില്ല എന്നതാണ് സരിൻ തുടർച്ചയായി വെല്ലുവിളിച്ച് ചോദിച്ചായിരുന്നു. ഒരു വികസനത്തിൽ ഒരു ഓപ്പൺ ഫോറം ഒന്നിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ട്. പക്ഷെ അവസാന നിമിഷം വരെ രാഹുൽ അതെ, എനിക്ക് സംവാദമൊന്നും ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളായതുകൊണ്ട് ഇല്ല, പൊതുസംവാദത്തിൽ രാഹുൽ വന്നില്ല. അതാണ് പൊതുസംവാദത്തിന് ആരും ക്ഷണിച്ചില്ല. ആരെ ക്ഷണിച്ചത്? എന്നെ ആകെ സംവാദത്തിന് ക്ഷണിച്ചത് പ്രസ് ക്ലബ്ബാണ് അല്ലേ. ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴെങ്കിലും നമ്മൾ സത്യം, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അതുവരെ പറയാത്തൊരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴെങ്കിലും സത്യം പറയണം. ഞാൻ എപ്പോഴും സത്യം മാത്രം പറഞ്ഞ തുറന്ന സംവാദത്തിന് വെച്ച ഒരു പേര് നിങ്ങൾ പറയും. ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം ഒരു തുറന്ന സംവാദം നമുക്ക് കൈരളി പോലും വെച്ചില്ല. കൈരളി വെച്ചിരുന്നില്ല ഞാൻ വന്നേനല്ലോ. നമുക്കൊരു തുറന്ന സംവാദം നടത്താം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ചർച്ച വെച്ചില്ല. ആകെ ചർച്ച വെച്ചതാരാണ്? മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് പ്രസ് ക്ലബ്ബുകാർ മാത്രമാണ് വെച്ചത്. എനിക്ക് സംവാദം ചെയ്യാൻ അങ്ങനെ പ്രയാസമൊന്നുമില്ലല്ലോ. കാരണം ഒന്ന് പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വേണമല്ലോ നടത്താമല്ലോ. ഇപ്പൊ അങ്ങ് സ്വാഭാവികമായിട്ട് ഒരു പ്രതിനിധിയായിട്ട് എന്നോട് ചോദ്യം ചോദിച്ചോളൂ. ഏത് ചോദ്യത്തിന് വേണമെങ്കിലും വികസനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറുപടി പറയാം. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പിന്നെ തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞ് നമുക്ക് എന്ത് കള്ളവും പറയരുത്. ആരാണെന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഇപ്പൊ ഇത്രയും എല്ലാ മാധ്യമ സ്ഥാപനമല്ലേ, മാധ്യമ സ്ഥാപനങ്ങളാണല്ലോ സാധാരണ. ഇപ്പൊ അല്ല UDF അല്ലല്ലോ ചർച്ച വെക്കേണ്ടത് ആണോ? തുറന്ന സംവാദം എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടുള്ള വെക്കേണ്ട മാധ്യമ സ്ഥാപനം. നിങ്ങൾ എല്ലാ മാധ്യമ സ്ഥാപനത്തിന്റെയും പ്രതിനിധികൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഓരോ കള്ളങ്ങൾ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് പൊളിക്കാൻ വയ്യാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം പറ. ഞങ്ങളൊരു ചർച്ച വെച്ചിരുന്നു, എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടുള്ള ചർച്ച വെച്ചിരുന്നു. ആ ചർച്ചയിൽ രാഹുലിനെ വിളിച്ചപ്പോൾ രാഹുൽ വന്നില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മാധ്യമ സ്ഥാപനം ഉണ്ടോ? സ്ഥാനാർത്ഥികൾ ഒന്നിച്ചൊരു ചർച്ചയ്ക്ക് താൻ തയ്യാറാണ് എന്നാണ് പി സരിന് വാർത്താ സമ്മേളനത്തിൽ തുടർച്ചയായും ഞാൻ എപ്പോഴും എന്നോട് അങ്ങനെ ചോദ്യം ചോദിച്ചില്ല. നിങ്ങളുടെ ഒരു അതായത് ഇപ്പൊ എന്നോട് ചോദ്യം ചോദിക്കുന്നുള്ളൂ, തുറന്ന സംവാദത്തിന് തയ്യാറാണോ എന്ന് ചോദ്യം എന്നോട് ചോദിച്ചില്ല. അപ്പം എന്നോട് ചോദിക്കാത്തൊരു ചോദ്യത്തിന് മാത്രമല്ല, ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ പോകുമല്ലോ. അപ്പൊ ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകാത്ത ആളാണോ ഞാൻ? ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകാൻ എനിക്ക് വലിയ സന്തോഷമല്ലേ ഉള്ളൂ. ചർച്ചയ്ക്ക് പോകാനായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ ആരും വിളിച്ചില്ല, ആരും വെച്ചില്ല. വെക്കാത്തൊരു കാര്യത്തിൽ നമ്മള് ഇപ്പൊ ഇന്ന് രാവിലെ എന്റെ വേറെ കള്ളം പറഞ്ഞായിട്ട് എന്നെ ശ്രദ്ധിപ്പിച്ചു അല്ലേ. അതിനെപ്പറ്റി ആരെങ്കിലും ചോദിക്കുന്നത് വിചാരിച്ചേ. വോട്ടർമാരോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇത്തരത്തിൽ, അതായത് ഒന്നും പറയാനില്ലാത്തവരെന്തെങ്കിലും പറയുന്നതല്ല. ഒന്നും പറയാനില്ലാത്തവരെന്തെങ്കിലും പറയുന്നില്ല. ഒരുപാട് പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അവർ കേൾക്കുന്നത്. അവരെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ. ഇനിയിപ്പോ പാലക്കാട്ടെ ജനങ്ങളുടെ വികസന സംവാദം തന്നെയല്ലേ ഇപ്പൊ നടക്കുന്നത് അല്ലേ? തർക്കമുണ്ടോ കരുതി? തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സംവാദമാണ്. അതിൽ നിന്നും ആരും മാറിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങൾ സംവാദം നടത്തുകയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ രാഷ്ട്രീയം വെച്ചു, നമ്മുടെ നിലപാടുകൾ വെച്ചു, നമ്മുടെ വികസനം വെച്ചു, അവർ വിവാദം വെച്ചു. ഇതെല്ലാം വെച്ചപ്പം ഏതിനെ ചൂസ് ചെയ്യണം എന്നുള്ള ജനങ്ങളുടെ തീരുമാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നും പറയാനില്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന പരിപാടി അവസാനിക്കും. ഈ പോളിംഗ് ശതമാനം കൂടിയാലും കുറഞ്ഞാലും UDF-നെ അത് ബാധിക്കില്ല. കാരണം UDF-ന്റെ വോട്ടുകൾ ഉറപ്പായിട്ടും ഉണ്ടാകും. പോളിംഗ് ശതമാനം കുറഞ്ഞാൽ UDF-ന്റെ ഭൂരിപക്ഷം കാര്യമായി കൂടും. അത് പിന്നെ ഇങ്ങനെ തന്നെ മൊത്തത്തിൽ തന്നെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മറ്റേ പെട്രോൾ വില സിദ്ധാന്തം പോലെ ആയിപ്പോകും. പോളിംഗ് ശതമാനം കുറഞ്ഞാൽ UDF-ന്റെ ഭൂരിപക്ഷം വളരെ ഉയർന്നതായിരിക്കും. കാരണം ഞങ്ങളുടെ വോട്ടുകൾ ഇപ്പൊ പോളിംഗ് ശതമാനം കൂടിയാലും കുറഞ്ഞാലും ഞങ്ങളുടെ വോട്ടുകൾ ഉറപ്പായിട്ടും പോൾ ചെയ്യപ്പെടും. ഒരു വോട്ട് പോലും കുറയാതെ പോൾ ചെയ്യപ്പെടും. അപ്പം പോളിംഗ് ശതമാനം കുറയുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറയുക എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഭൂരിപക്ഷം വളരെ കൂടും.
ഇനി പോളിംഗ് ശതമാനം ഉയർന്നാലും ഞങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയമുണ്ടാകും. ഭൂരിപക്ഷം എത്ര പ്രതീക്ഷിക്കുന്നു? ഞാൻ നമ്പർ പറയുന്നില്ല, ഞാനൊരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് നമ്പർ പറയുന്നില്ല. പിന്നെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിന്നൊരു സംഘടനാ പ്രവർത്തനം എന്നല്ല എന്റെ മനസ്സിൽ നമ്പറുണ്ട്. ആ നമ്പർ എന്തായാലും പാലക്കാടിന്റെ മോശപ്പെട്ട നമ്പരല്ല. 35,000-70,000 എത്തുന്ന പറയും. വേറെ ആത്മവിശ്വാസത്തിലാണ് പറഞ്ഞത്. അങ്ങനെയാണ്. അതാകാലോ. ഇപ്പം ഏതെങ്കിലും ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ മത്സരിക്കുന്ന ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് ഒന്ന് ചോദിക്കും. ഇപ്പൊ ഇവിടെ മത്സരിക്കുന്ന മറ്റു സ്വതന്ത്ര സ്ഥാനാർത്ഥികളോട് ചോദിക്കും, അവരും പറയുമല്ലോ പരാജയപ്പെടുമെന്ന് പറഞ്ഞിട്ട് മത്സരിക്കുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ. ഞാൻ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഞാൻ പറയുന്നതിന്റെ അടിസ്ഥാനം ഒന്ന് UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. നമ്മൾ അടിസ്ഥാനം കൂടി നോക്കണമല്ലോ. എന്താണ് ഇപ്പൊ ഒരാൾ പറയുന്നത്? ഇപ്പൊ ഇവിടെ മത്സരിക്കുന്ന ഒരു സ്വതന്ത്രനോട് നിങ്ങൾ ചോദിക്കൂ, മറ്റൊരു സ്വതന്ത്രനോട് ചോദിക്കൂ. ആ സ്വതന്ത്രനോട് ചോദിച്ചാൽ അദ്ദേഹം എന്ത് പറയും? ഞാൻ ജയിക്കും എന്ന് തന്നെ പറയും. അപ്പൊ പക്ഷെ ഞാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന കണക്കുകളുണ്ട്. ഒന്ന് UDFന്റെ സിറ്റിംഗ് സീറ്റാണ്, UDFന്റെ ഷുവർ സീറ്റാണ്. വലിയ പ്രതിസന്ധികളിൽ പോലും UDFനെ കൈവിടാത്ത മണ്ഡലമാണ്. അപ്പൊ ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത എല്ലാം അനുകൂല ഘടകമായി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിനകത്ത് ജയിക്കാനല്ലാതെ വേറൊന്നിനും സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മുടെ അപരന്മാരുടെ പേരിൽ നമുക്ക് കുറച്ച് വോട്ട് കൂടെ കിട്ടുകയുള്ളൂ. കാരണം അപരന്മാരെ വെച്ചതുപോലൊരു ഡീലാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ അപരന്മാർ കാരണം കുറച്ചുകൂടി വോട്ട് കിട്ടും. മാത്രമല്ല ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ. അപരന്മാർക്കൊക്കെ ഇപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക്, ഇപ്പം ദേശീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് ആദ്യമാണ് അവരുടെ പേരുകൾ. അപ്പം അങ്ങനെ അതൊക്കെ ജനങ്ങൾക്ക് അറിയാലോ. അപ്പം ഞാൻ അതാ പറഞ്ഞത്, ജനങ്ങളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. രാവിലെ ത്രികോണ മത്സരമാണോ? ത്രികോണ മത്സരമായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ ത്രികോണ മത്സരം ആകേണ്ടുന്ന രണ്ട് പാർട്ടികൾ ഒരുമിച്ചിരിക്കുകയാണ്. രണ്ട് പാർട്ടികൾ ഒരുമിച്ച് ഒറ്റ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് നിലപാടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ത്രികോണ മത്സരം ഇവിടെ കൃത്യമായി UDFും കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയും തമ്മിലാണ് മത്സരം. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിക്ക് താമര ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട്, അതൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കും. പത്രമൊക്കെ വളരെ ഗുണപരമായി സ്വാധീനിക്കും. കാരണം ഈ ജനത്തെ കളിയാക്കാൻ പോയാൽ അല്ലെ, ജനങ്ങളെ കളിയാക്കാൻ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കും. അത് സ്വാഭാവികതയാണ്. വാര്യർ അദ്ദേഹത്തിന്റെ മുൻ നിലപാടുകളെല്ലാം തിരുത്തിയിട്ട് അദ്ദേഹം വരികയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ RSSന്റെ ഒരു വോട്ട് കുറഞ്ഞല്ലോ, ബാക്കി അദ്ദേഹത്തിന് ഒരു സ്വാധീനം ഇല്ലെന്നാണല്ലോ ഇപ്പം BJP പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാം. CPM അത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു സ്വാധീനം ഇല്ലെന്ന് മനസ്സിലാക്കി. ഒരു വോട്ടുണ്ടല്ലോ, ഒരു വോട്ടില്ലേ, സന്ദീപിന്റെ ഒരു വോട്ടില്ലേ, ആ ഒരു വോട്ട് RSSന്റെ കുറഞ്ഞില്ലേ? അപ്പോൾ സന്തോഷിക്കല്ലേ വേണ്ട? എനിക്കാ സന്തോഷം.